എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബെയറർ ടോക്കൺ ഒതന്റിക്കേഷൻ ബ്രൂണോയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ ബെയറർ ടോക്കൺ എന്താ നമുക്ക് നോക്കാം. ബെയറർ ടോക്കൺസ് enable request to authenticate using an access key such as a JSON web token. The token is a text string included in the request header. In the request auth tab, select bearer token from the type dropdown list. In the token field, enter your token value. ബിയറർ ടോക്കൺ എന്ന് പറയുന്നത് റിക്വസ്റ്റുകൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആക്സസ് കീ ആണ്. JSON വെബ് ടോക്കൺ എന്നൊരു എക്സാമ്പിളാണ്. ജനറേറ്റ് ചെയ്യുന്ന ടോക്കൺ ഒരു ടെക്സ്റ്റ് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അത് നമ്മൾ ഹെഡറിനകത്ത് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. ബ്രൂണോയുടെ കേസിൽ റിക്വസ്റ്റിൻ്റെ കൂടെ ഓത്ത് എന്ന് പറഞ്ഞ ടാബുണ്ട്. ആ ടാബിൽ ബിയറർ ടോക്കൺ എന്നുള്ള വാല്യൂ ടൈപ്പ് എന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. അതിനുശേഷം ടോക്കൺ എന്ന ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത ടോക്കണിൻ്റെ വാല്യൂ പാസ് ചെയ്യണം. അപ്പം നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റാണ്. ഇത് ലോഗിൻ URL ആണ്. ഈ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള APIയുടെ എൻഡ് പോയിൻ്റ് ആണിത്. ഈ API ഹിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ യൂസർ നെയിമായിട്ട് ഇമെയിലും പാസ്വേഡ് എന്ന് തന്നെയും പാസ് ചെയ്യണം. എൻ്റെ കേസിൽ ഞാൻ പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ടോക്കൺ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ API ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ വെബ്സൈറ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലോഗിൻ പേജ്. ഈ പർട്ടിക്കുലർ ലോഗിൻ പേജിൽ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് കൊടുത്ത ശേഷം ലോഗിൻ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്കിലേക്ക് പോകും. ഇവിടെ നമുക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ കേസ് ഞാൻ ഓൾറെഡി ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോക്കൺ ജനറേറ്റ് ചെയ്ത ശേഷം റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഈ ടോക്കൺ റീജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ API ഡോക്യുമെൻറ്റേഷൻ എന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തു. അതേ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പൺ ചെയ്ത ടാബാണിത്. ഇതിൻ്റെ അകത്ത് ഫേവറേറ്റ്സ് എന്നുള്ള ഈ പർട്ടിക്കുലർ എൻഡ് പോയിൻ്റ് ആണ് ഞാൻ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എൻഡ് പോയിൻ്റ് കേസിൽ ടോക്കൺ ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ടോക്കൺ വെച്ച് മാത്രമേ നമുക്ക് എൻഡ് പോയിൻ്റ് ഹിറ്റ് ചെയ്ത് നമുക്ക് ഈ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ബ്രൂണോയിൽ ഓൾറെഡി ഈ റിക്വസ്റ്റ് രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൂണോയ്ക്കുള്ളിൽ ഞാൻ ജനറേറ്റ് ബെയറർ ടോക്കൺ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിക്വസ്റ്റിൻ്റെ കൂടെ ബോഡിയിൽ നമ്മൾ പേലോഡ് പാസ് ചെയ്യണം. നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഇമെയിൽ എന്താണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെ പാസ്വേഡ് എന്താണോ യൂസ് ചെയ്തത് അതാണ് ഈ പേലോഡിൽ റീപ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ ബോഡി എന്ന ടാബിൽ ആ പേലോഡ് പാസ് ചെയ്യുവാണ്. യുവർ ഇമെയിൽ എന്ന സ്ഥാനത്ത് ഞാൻ എൻ്റെ മെയിൽ ID കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പാസ്വേഡും കൂടെ യൂസ് ചെയ്യുവാണ്. പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ്. ഞാൻ റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. റിക്വസ്റ്റ് സേവ് ചെയ്ത ശേഷം ഞാൻ സെൻഡ് ബട്ടനെ ക്ലിക്ക് ചെയ്യുവാണ്. ഒരു ടോക്കൺ ജനറേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി ഗെറ്റ് ഫേവറേറ്റ്സ് എന്നുള്ള ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിലവിൽ ഓത്ത് എന്ന ടാബിൽ ഞാൻ ടോക്കണിൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ല. നോ ഓത്ത് എന്നുള്ള വാല്യൂ ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം വേറെ ടോക്കണിൻ്റെ വാല്യൂ കൊടുക്കാതെ നോ ഓത്ത് എന്ന ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്ത് ഞാൻ സെൻഡ് ചെയ്യുവാണ്. ഇങ്ങനെ സെൻഡ് ചെയ്തപ്പോൾ 401 സ്റ്റാറ്റസ് കോഡ് വന്നു. അതായത് നമുക്ക് ഈ ഒരു എൻഡ് പോയിൻ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ആ ടോക്കണിൻ്റെ വാല്യൂ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ബെയറർ ടോക്കൺ എന്ന വാല്യൂ ചൂസ് ചെയ്ത് ടോക്കൺ എന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ടോക്കണിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബെയറർ ടോക്കൺ ഒതൻറ്റിക്കേഷൻ ബ്രൂണോയിൽ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഒരു പർട്ടിക്കുലർ API എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്ത് പോസ്റ്റ് HTTP മെത്തേഡ് യൂസ് ചെയ്ത് ആ API എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ടോക്കണിൻ്റെ വാല്യൂ സബ്സീക്വൻറ്റ് ഗെറ്റ് റിക്വസ്റ്റിനകത്ത് ഓത്ത് എന്ന ടാബിൽ പോയി ബെയറർ ടോക്കൺ എന്ന ഒതൻറ്റിക്കേഷൻ മെക്കാനിസം ചൂസ് ചെയ്ത് ടോക്കണിൻ്റെ വാല്യൂ ടോക്കൺ എന്ന ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്തപ്പോൾ ഈ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ടോക്കണിൻ്റെ വാല്യൂ കൊടുക്കാതെ നമ്മൾ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ 401 സ്റ്റാറ്റസ് കോഡ് വരും. അൺഓതറൈസ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് കോഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ബെയറർ ടോക്കൺ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ APIയുടെ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.